വെൽക്കം ബാക്ക്. റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ റോസ് ടൊബാക്കോ ഫ്രം ദ ഹൗസ് ഓഫ് ഇബ്രാഹിം അൽ ഖുറൈഷി. ഞാൻ ഇന്നലെ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിവ്യൂയിലേക്ക് പോകാം. പ്രസന്റേഷൻ ഇങ്ങനെയാണ്. ഇവിടെ റോസ് ടൊബാക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ഓഡ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ്. മെയ്ഡ് ഇൻ സൗദി അറേബ്യ. 75 ml ആണ്. ഇത് 2024 ബാച്ച് ആണ്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഈ രീതിയിലാണ് പ്രസന്റേഷൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. ബോട്ടിലൊക്കെ അടിപൊളി, നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഒരു ആൽക്കഹോളിക് കളറുള്ള ജ്യൂസ്. ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്, അത്യാവശ്യം കട്ടിയുണ്ട്. ഇവിടെ ഇബ്രാഹിം അൽ ഖുറൈഷിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെയും ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇബ്രാഹിം അൽ ഖുറൈഷിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രസന്റേഷൻ ആണ്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്ലാസ്. സ്മെല്ല് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചെറിയൊരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഉണ്ട്. ഒന്ന് സെറ്റിലാവട്ടെ. നമുക്ക് നോട്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ടോപ്പ് നോട്ട് റോസ്, ഇൻസെൻസ്, സാഫ്രോൺ. മിഡിൽ നോട്ട് ആംപർ, സാൻഡൽവുഡ്, കാരമൽ, ലെതർ. ബേസ് നോട്ട് ടൊബാക്കോ, ഒക്മോസ്, ടോക്കോബീൻ, മസ്ക് ഒക്കെയാണ് ഇതിന്റെ ബേസിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നത് ഈ പെർഫ്യൂമിൽ കൊടുത്തിരിക്കുന്ന മെയിൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് റോസും ടൊബാക്കോയും. അപ്പം റോസാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നത്. നല്ല നല്ല റോസിന്റെ സ്മെല്ല്, നല്ല പ്രൊജക്ഷനാണ്, നല്ല സ്ട്രോങ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ 2 മിനിറ്റ് റോസിന്റെ നല്ലൊരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്മെല്ലാണ്. ഞാനിതിന്റെ സ്മെല്ലൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ഒക്കെ ടോപ്പ്, മിഡിൽ, ബേസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഞാനൊന്ന് ഒരു പേപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ തന്നെ ഇത് അടിച്ചിട്ട് ഇതിന്റെ എല്ലാ നോട്ട്സ് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ടോപ്പിൽ ആദ്യത്തെ 2 മിനിറ്റ് റോസിന്റെ നല്ല സ്മെല്ലാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെറിയൊരു സ്പൈസിനെസ് നമുക്ക് കിട്ടും. ഇതിലെ നോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സാഫ്രോണ്, റോസ്, ലെതർ, ടൊബാക്കോ, സ്പൈസസ്, ഇങ്ങനത്തെ ഹെവി നോട്ട്സ് ആണ്. പക്ഷെ ഈ പെർഫ്യൂമിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഭയങ്കര ഹെവിനെസ് ആയ ഒരു പെർഫ്യൂമിന്റെ ഒരു പ്രതീതി നമുക്ക് ഒരിക്കലും കിട്ടില്ല. രസമായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഇവരിതിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് റോസിന്റെ ഒരു സ്മെല്ലാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പതിയെ ഒരു ക്ലോവിന്റെ, ഗ്രാമ്പൂവിന്റെ ചെറിയൊരു സ്പൈസിനെസ് വരും. ഒരു 4 മിനിറ്റ് വരെ ഈ 2 സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത്. 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല സാഫ്രോണിന്റെ ഒരു സ്മെല്ലും കൂടെ ഈ നോട്ടിലേക്ക് ആഡ് ആവും. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് റോസ്, സാഫ്രോൺ, ഈ ഒരു ഗ്രാമ്പൂ, ഇത്രയും നോട്ടുകളാണ് നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് കിട്ടുന്നത്. ഒരു സ്വീറ്റ്നെസ്സോട് കൂടി ചേർന്നുള്ള ഒരു സ്മെല്ലാണ് ഈ റോസും സാഫ്രോണും. ഈ പ്ലസ് ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു സ്വീറ്റ്നെസ്സും കൂടെ ഇതിൻ്റെ ഒരു കവർ ചെയ്തൊരു സ്മെല്ലാണ് അതിൽ കിട്ടുന്നത്. ഭയങ്കര രസമാണ്. ഈ ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാരമൽ ടൈപ്പ് ഒരു സ്മെല്ലൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു സാൻഡൽവുഡിന്റെ നല്ലൊരു ഫ്രഷ് സാൻഡൽവുഡിന്റെ ഒരു സ്മെല്ലാണ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു 6-7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും പതിയെ ടൊബാക്കോയുടെ ഒരു എൻട്രിങ് ആണ്. ടൊബാക്കോ ഒക്കെ നമ്മുടെ സ്ട്രോങ് ടൈപ്പ് ടൊബാക്കോയാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടൊബാക്കോന്റെ ഒരു സ്മെല്ലാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല കാരമലിന്റെയും വാനിലയുടെയും ഒക്മോസ്, ടോക്കാബീന്റെ ഒക്കെ ഭയങ്കര ഒരു സ്വീറ്റ് വേർഷനിലേക്ക് ഇത് മാറും. ഒരു അരമണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിൽ സ്മെല്ല് ചെയ്യുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാരമൽ, റോസ്, ടൊബാക്കോ, ചെറിയൊരു സ്പൈസിനെസ് ഒക്കെ ചേർന്നുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ല്. പക്ക ഒരു അറബിക് സ്റ്റൈൽ സ്മെല്ലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഗൾഫിന്റെ ഒരു സ്മെല്ല്. ഭയങ്കര രസമാണ്. ഇത്രയും നോട്ട്സ് ഒക്കെ കണ്ടിട്ട് ഇതൊരു സ്ട്രോങ് പെർഫ്യൂം ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്ട്രോങ്നെസ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, പക്ഷെ എല്ലാം അതൊരു സ്വീറ്റിൽ പൊതിഞ്ഞൊരു സ്മെല്ലാണ്. ചില കാരാമൽ മുട്ടായിന്റെ ഉള്ളിൽ ആ കാരാമലിന്റെ ഒക്കെ ആ ഒരു ഒഴുകി വരുന്ന ആ ടൈപ്പ് ഒരു കാരാമൽ ടൈപ്പുള്ള സ്മെല്ല്. യൂണിസെക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ്. അടിപൊളി സ്മെല്ല്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്റെ സ്മെല്ല് ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 6 to
8 hour ഇതിന്റെ പെർഫോമൻസ്. ആദ്യത്തെ ഒരു 2 മണിക്കൂർ അപ്പോൾ നല്ലതായിട്ട് അപ്ലൈ ആണെങ്കിൽ അടിപൊളിയായിട്ട് പ്രൊജക്ഷൻ കിട്ടും. പിന്നെ ഒരു സ്കിൻ സെന്റ് ഒക്കെ ആയിട്ട് മാറും. ഒരു 6 to 8 ഒക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് എനിക്ക് ഡ്രസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഒരു വിന്റർ പെർഫ്യൂമാണ്. തണുപ്പ് കാലത്തൊക്കെ ഒരു ഈവനിങ് സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലാണ്. ഒരു പാർട്ടി, നൈറ്റ് വെയർ, അതുപോലെ മാരേജ് ഫങ്ഷൻസ്, അങ്ങനത്തെ സെലിബ്രേഷൻ മൂഡിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഓഫീസിലേക്കും യൂസ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ഒരു സ്വീറ്റ് ഒക്കെ ആയ ഒരു വെർഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഈ പറഞ്ഞ നൈറ്റ് സമയങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. യൂണിസെക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫ്യൂമുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മെയിൽ ഫീമെയിൽ എന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകളാണെങ്കിൽ അടിക്കാം. പിന്നെ പ്രത്യേകം ഒരു കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളൂ. എസ്പെഷ്യലി സ്ട്രോങ് പെർഫ്യൂമുകളൊക്കെ കുറച്ചുകൂടെ ആണുങ്ങൾക്കും കുറച്ചുകൂടെ ലൈറ്റ് ഫ്ലോറൽ ടൈപ്പുള്ള പെർഫ്യൂമുകൾ പെൺകുട്ടികൾക്കൊക്കെയാണ് പൊതുവെ പറയാറ്. പക്ഷേ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആർക്കും അടിക്കാം. മെയിലിൻ്റെ ഫീമെയിലിന് അടിക്കാം, ഫീമെയിലിൻ്റെ മെയിലും അടിക്കാം. എനിവേ, അടിപൊളി പെർഫ്യൂം, അടിപൊളി സ്മെല്ല്, ഭയങ്കര സെഡക്റ്റീവ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. കുറച്ചുകൂടി ഒരു സ്വീറ്റ് ടൈപ്പ് ഓഫ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു അറബിക് വൈബിലുള്ള പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് ട്രൈ ആണ്. ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ പെർഫ്യൂമുകൾക്കൊക്കെ നല്ല ഓഫറുകൾ വരുന്ന സമയമാണ്. ഇപ്പോഴും നല്ല ഓഫറുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒറിജിനൽ പ്രൈസ് എനിക്കൊന്ന് 10-18 KD ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു 8-10 റേഞ്ചിലേക്ക് ഈ പെർഫ്യൂം ഓഫറുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി. നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല.